guys. നമുക്ക് രണ്ടുപേർക്കൊന്ന് മറന്നതാണ്. സോ ഓക്കെ, ഹായ് ഗായ്സ്. നമുക്ക് ഈ പരിപാടി പറ്റൂല, അപ്പം നമുക്ക് പറ്റണ പരിപാടി പോവാം. ഓക്കെ, പറഞ്ഞോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹർ. ഷീ ഈസ് മൈ ഫസ്റ്റ് ഡോട്ടർ. അങ്ങനെ നോക്കി എനിക്ക് നാണ നോക്കൂ. സോ നമ്മൾ നിന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിന്നെ ആർക്കും അവിടെ അറിഞ്ഞൂടാ. നീ ഇൻട്രൊഡ്യൂസ് ചെയ്തോ പ്ലീസ്. നമുക്ക് ഉമ്മയെ വെൽക്കം ചെയ്യാൻ കഴിയും. നമ്മൾ 2 ഇൻവെർട്ടറാണ്. യൂട്യൂബ് ഉണ്ടെന്നേ ഉള്ളൂ. എൻ്റെ 50 സബ്സ്ക്രൈബേഴ്സിന് ബോറടിക്കാത്ത രീതിയിൽ വേണം എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ കൊള്ളാം. നമുക്ക് വെറുതെ ഹായ്, നമ്മുടെ വേസ്റ്റ് ഒന്നുകൂടെ 3 ഗ്ലാസ് വെള്ളം. താങ്ക് യു. വെള്ളം എന്താ വേണ്ടത്? തണുത്ത വെള്ളം നമ്മളിങ്ങനെ അറിയോ? ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ ഇനി അത് ഇതുകൊണ്ട് ഇങ്ങനെ പിടിക്കണം. എവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനാണ് വെച്ചോ. നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ തിരിച്ച് ഗുഡ് ഗേൾ. എന്നിട്ട് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഇതിങ്ങനെ പിടിച്ച ഒരു വിരൽ, ഈ വിരൽ ചൂണ്ട് വിരൽ. യെസ്. അപ്പം നമുക്ക് ആ സ്പെസിഫിക് സ്പോട്ടിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് അറിയോ? ഇതിങ്ങനെ ഇങ്ങനെ കമ്മഴ്ത്തി പിടിച്ചേ. ഇങ്ങനെ മറന്നുപോയാ ഇങ്ങനെ. ഓക്കെ. നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഇത് പിടിക്കണം, ഈ വിരൽ ചൂണ്ട്. ഓക്കെ. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, ഒരുമിച്ച് നമ്മളെ ഈ വിരൽ മാത്രമേ മൂവ് ചെയ്യാവൂ. നമ്മുടെ വാഷ്റൂമിൽ തന്നെ കൈകൊണ്ട് കഴുകിയിടും. കട്ട് ചെയ്തേരാം. പിന്നെ നോക്കിയോ, മുകളിൽ ടെറസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഫോർക്കിൽ കുത്തുക. ഇഷ്ടമായോ? അമ്മയ്ക്ക് കഴിച്ചെടുക്കട്ടെ. ഇതൊന്നും കഴിക്കാൻ തോന്നത്തില്ല. ട്രൈ ചെയ്തോ ഒരു ബൈറ്റ്. കഴിച്ചോ? കേക്ക് ഉണ്ടാക്കുമോ? നീ കട്ട് ചെയ്തോ? കഴിച്ചോ? അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാം.
അവിടെ പിന്നല്ല ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോഴേ ഫ്രണ്ട്സിന്റെ ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെ മേടിച്ച് നോമ്പിടിക്കൊണ്ട് വരും അവിടെ നിന്ന് അങ്ങനെ ആയപ്പോ പിന്നെ നോമ്പിടിക്കാതായി. നല്ല ചൂടല്ലായിരുന്നോ ആ ടൈമില്. ഇവിടെ ഇരിക്കാം. ബ്ലോഗിങ് നടക്കൂല. അത് വരുന്നില്ലടി. നമ്മളൊരു തേർഡ് പേഴ്സൺ നോക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് നാച്ചുറൽ ആവാൻ ഫോൺ കൊടുത്ത് വിടും. എടി കൊടുത്ത് വിട്, ഇല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ദിസ് ഈസ് എ ടോക്സിക് ചൈൽഡ് ഗൈസ്. ഇവള് ഉമ്മിക്ക് ഫോൺ കൊടുക്കുന്നില്ല. ഉമ്മ സെൻസിറ്റീവ് വന്ന് പരാതി. കൊടുത്ത് വിട്, ഇനി നമുക്ക് വ്ലോഗ് എടുക്കാൻ പറ്റൂലെന്ന്. ഉമ്മി ആ മൂലയിൽ ഫോട്ടോ എടുക്കില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഓ അതാണല്ലേ നിനക്ക് ഫോൺ തരാത്തേ. അതെനിക്കറിയില്ലായിരുന്നു. അതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ കൊച്ചിന് ഒരു പ്രൈവസി ഇല്ലാന്നാണ് കുഞ്ഞു പറയുന്നത്. അവളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ ഇടപെടുന്നു. അത് മോശമായി പോയി. പോട്ടെ, ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. നമ്മുടെ ഉമ്മിയായി പോയില്ലേ, നമുക്ക് ക്ഷമിക്കാം. നമ്മളല്ലേ ഇനിമേലിൽ ആവർത്തിക്കരുതെന്ന് പറയാം. നമ്മളിനി ഉമ്മയും കൊണ്ടുപോകത്തില്ല കേട്ടോ. ഏത് യൂണിവേഴ്സിലായത്? നിങ്ങൾ ഇതെല്ലാം അറിയുന്നോ ഗൈസ്? എന്നിട്ട് ആ സ്കെച്ച് പെൻ തീരാറാകുമ്പോൾ അതിന്റെ മൂട്ടിന്ന് മറ്റേ സാധനം വലിച്ചൂരിയിട്ട് അത് വെച്ചിട്ട് ഞാൻ മറ്റേ പഴയ അമ്മമാർ പറയുന്നത് ഇങ്ങനെ ഓടി. So now this is gonna be the official final vlog. We are never gonna reshoot this. We are never gonna think about reshooting this. Okay? Yeah. Actually lipstick എന്താ പോവാതിരിക്കുന്നതാണ് ഗൈസ്. I'm using MAC promotion. MAC കാരനെ കാണുന്നുണ്ടെങ്കിൽ please do contact me. I'll share my Instagram ID here. Okay? We can collab. Okay. ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് അയച്ചു തന്നാൽ മതി, പൈസ എന്താണ്ടാൽ. നമ്മൾ വ്ളോഗേഴ്സ് ആയിട്ട് നീ ഞങ്ങളുടെ വ്ളോഗിൽ വരാൻ കൊതിക്കും. അവള് പിണങ്ങി പോയിടാ. So we were talking about, നമുക്ക് ഇൻട്രോ പറയാം. This is gonna be our പേടിക്കണം.
പെറ്റ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള റൈഹുവിനെയാണ്. നമുക്ക് അതിനുള്ള ധൈര്യം ഇല്ല, നമുക്കത് വേണ്ട. Oh my god!
അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാവേ സാറാ? വീഡിയോ എടുക്കാം. സാറാ 2 വാക്ക് പറയൂ. എങ്ങനെയുണ്ട് ഷോപ്പിംഗ്? കൊള്ളാം. ഓ എനിക്കങ്ങ് ഇഷ്ടം. ഉറക്കെ പറ. ഓ ഈ ഷോപ്പിന്റെ ഓണറിന്റെ മോളായിരുന്നെങ്കിലെന്ന്. ഓ മൈ ഗോഡ്. എന്നാ ഈ ഷോപ്പ് പൂട്ടായിരുന്നു. കഴിഞ്ഞോ? ഞാൻ എന്റേത് മാറ്റിയേ. എനിക്ക് ഇവിടെ അറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു റേഹുവിനെ നമ്മളിവിടെ പണയം വെക്കേണ്ടി വരും. ഒരു കാട്ട് ഫില്ലായി. ദുർബല സാഹചര്യത്തില് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അത് മാത്രമല്ല നമ്മളിവിടെ ഇവിടെ വെച്ചിട്ട് പോവാം. കഴിഞ്ഞ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഉള്ളത് പറയാലോ, സാലറി കയറിയിട്ടില്ല. 2 സാധനം എനിക്ക് ഗായ്സ്. നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. പല സാധനങ്ങളും ഞങ്ങൾക്ക് അറിയില്ല. അവളാണ് പറഞ്ഞു തന്നത്. ഫോർ എക്സാമ്പിൾ അതൊക്കെ പോട്ടെ, വേറൊരു സാധാരണ എന്തോ ഒരു സാധനം പെൻസിലല്ലേടി? അറിയോ? അറിയോങ്കിൽ കമന്റ് ബിലോ. നിങ്ങൾക്ക് ഇതെന്താണെന്നറിയോ? ഇതെങ്ങനെ ഉപയോഗിക്കുമെന്നറിയോ? ഇതെങ്ങനെ ഉപയോഗിക്കുമെന്നറിയോ? ഞാൻ 10 മിനിറ്റ് മുമ്പ് പഠിച്ചേ ഉള്ളൂ. 10 മിനിറ്റ് മുമ്പ്. ഇതൊക്കെ എന്താടാ ഇതൊക്കെ? മിൽക്ക് ബാൻഡേജ് കാണിക്കും. ബാൻഡേജ് ഒരു സാധനം കാണിച്ചു തരാവേ. എവിടെയത് പോയാ? എവിടെയടി ആ ബാൻഡേഡ്? ഇത് വേറെ യുഗം. സ്റ്റിക്കറുള്ള ബാൻഡേഡ്. അയ്യോ അവള് പോയടാ, കണ്ടുപിടിച്ചോണ്ട് വരട്ടെ. കിട്ടി ഗൈസ്, അവളെ കിട്ടി. പിടിക്കവനെ പിടിക്കവനെ. ആരേ ഇത് സ്ലൈഡ് ചെയ്യുന്ന കാര്യമൊക്കെ മറ്റേ ചേട്ടൻ വന്ന് പറഞ്ഞു കൊടുത്തു. ഇല്ലായിരുന്നെങ്കിൽ അത്ര സ്ഥലം ഒഴിഞ്ഞനെ. അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനത്തെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആരായാലും മേടിക്കും. ഇത് തിരിച്ചു വെക്കണോ? Let's unbox what we bought from Typed Smart. Okay, ഇത് എന്റേതാണ്. എനിക്ക് കുഞ്ഞു കുഞ്ഞു സാധനമാണ്. This is a pouch. കാരണം ഞാൻ എല്ലാ മാസവും സ്ക്രീൻ കാർഡ് മാറ്റാറുണ്ട് 2 തവണ. മന്തിൻ്റെ ആദ്യവും ഒരു നടുക്കാവുമ്പോഴും എൻ്റെ ബാഗ് കിട്ടുമ്പോൾ താനെ പൊട്ടുന്നു. അപ്പോൾ എൻ്റെ എസ്പെഷ്യലി ഫോണിന് വേണ്ടിയാണ് ഞാൻ അത് മേടിച്ചത്. എ ഗുഡ് ഡിസിഷൻ. നെക്സ്റ്റ്
desk. I have a lot of stuff in my desk. So that's why I bought this one. Highlighter. രണ്ട് highlighter. എനിക്ക് അവിടെ വെച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. Let me try this. ഇപ്പം തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. അയ്യോ വല്ല ട്വിസ്റ്റാണ് എടുത്ത് വെച്ച് വായിച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ചത്തുപോയേ. It's all true. Yeah. It's cute. The anatomy of the earth. It's cute and I like it. ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് ഷോപ്പിംഗ് ആയിരുന്നു. കാരണം അവൾ ഷോപ്പ് ചെയ്യുന്ന കണ്ടപ്പോഴേ എൻ്റെ മനസ്സും എല്ലാം നിറഞ്ഞു ഗൈസ്. ഇനി അവളുടെ അൺബോക്സ് ചെയ്യാം. എൻ്റെ കഴിഞ്ഞു. ഇനി വലിയ ബിഗ് ഷോപ്പിംഗ് കാണാം. ഓക്കെ, വി ഹാവ് എ ട്വിന്നിങ്. ഇന്നലെ നമ്മൾ കുറേ സാധനം ട്വിന്നിങ് മേടിച്ചല്ലേ. നമ്മൾ ഇന്നലെ മേടിച്ച എല്ലാം ട്വിന്നിങ് ആയിരുന്നു. ഇന്നലത്തെ ഷോപ്പിംഗ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. വി ഹാവ് എ പൗച്ച്. ആ ബാഗ് എടുത്ത് ഫ്രണ്ടിൽ വെക്കേ. അതെ 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 ഇവിടെ ഇരിക്കട്ടെ, അവർക്ക് എടുത്ത് വെക്കാൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിക്കേഴ്സ്. എനിക്ക് ഇതിനകത്തുണ്ട് ഗൈസ്. എഗൈൻ സ്റ്റിക്കേഴ്സ്. ഇവിടെ ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ച്. ഇവളെല്ലാം രണ്ടെണ്ണം മേടിച്ചു ബുദ്ധിപരമായി ചിന്തിച്ചിട്ട്. ഇൻ കേസ് ഉമ്മി മാറ്റിയാലും ഒരെണ്ണല്ലേ മാറ്റൂ. നമുക്കൊന്നും അത്രയും ബുദ്ധിയില്ല. കുറേ സാധനം രണ്ടെണ്ണം എടുത്തോട്ട് പോയി. കുറേയൊക്കെ കിട്ടി. അത് ഫുൾ പേസ്റ്റൽ ഷേപ്പ് ഭയങ്കര ക്യൂട്ടാണ്. നീ ഉറക്കെ പറഞ്ഞാൽ കിട്ടും. ഇതിന്റെ ക്യൂട്ട്നെസ് കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്തു. കാണിച്ചു, ഇതിന്റെ ക്യൂട്ട്നെസ് കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്തു. ഇതിൽ 10 ഷീറ്റ്സ് ഉണ്ട്. ഓക്കെ, യാ, ഇറ്റ്സ് എ ഫെയറി ടെയിൽ സ്റ്റിക്കർ ബോക്സ്. എല്ലാം പർപ്പിളാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് ഫുള്ള് പർപ്പിൾ ആണ്. അതുകൊണ്ട് നല്ല പർപ്പിൾ ഫ്ലവർ ഉള്ളതുകൊണ്ട് അതെ, നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ ഫുൾ പർപ്പിൾ മയമായിരിക്കും. ഇനി ബാഗും കൂടെ വാങ്ങണം പർപ്പിൾ. ഓ, ഇത് 3D. ഇതൊക്കെ ഏത് യുഗമാണോ? ഞാൻ എനിക്കിതിൽ പല സാധനം മനസ്സിലായില്ല. എന്റെ വാപ്പി ഉമ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ ലക്കി. അമ്മ ഇതൊന്നും ഇല്ലായിരുന്നു. ഹെയർ ഓപ്പൺ ചെയ്തത് അതാ ഭംഗി. എങ്ങനെയുണ്ട്? മറ്റേതല്ല ഭംഗി. ഇത് മറ്റേ എൻവലപ്പൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ലെറ്റർ എഴുതണേ. സാറാ പോയിട്ട് കൊല്ലത്ത് പോയിട്ട് സാറ് എനിക്ക് ലെറ്റർ എഴുതും. എന്നിട്ട് അയക്കോ? എനിക്ക് എല്ലാത്തിനും ഓരോ തരും. ഇത് മറ്റേ എടുത്ത് വെക്കുന്ന സാധനം, മറ്റേ നമ്മൾ ഈ ASMR വീഡിയോയിലൊക്കെ കാണാം. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഒട്ടിക്കുന്ന ഇതൊക്കെ എന്താടാ? ഇത് മറ്റേ ഫോട്ടോ ഫ്രെയിമിൽ ഒട്ടിക്കുന്ന ഈ സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്ന് ഒട്ടിക്കുന്ന വാശി ടേപ്പ്. അതും പർപ്പിൾ കളർ. സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങാൻ പോവാണ്. കാരണം സ്റ്റാമ്പ് കളക്ഷൻ ഉള്ളൊരു ബുക്ക് സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊന്നും നീ മാറ്റിയില്ലേ? രണ്ടെണ്ണം. ഒരു ബ്രൗൺ ആയിരുന്നു, അത് മാറ്റി. ബ്രൗൺ കൊള്ളൂലായിരുന്നു, ബ്ലൂ ആയിരുന്നു നല്ലത്. ഇതുണ്ട്. അപ്പോൾ നീ മറ്റേതിൽ തെറ്റില്ല. ക്യൂട്ട് കിഡ്. എല്ലാം പർപ്പിളാണ്. പർപ്പിൾ വിട്ടൊരു കളിയില്ല നമ്മൾ. കത്തിക്കും. ഇതവണ സ്കൂള് ഉറപ്പ് ആര് തൂക്കി? സാറ് തൂക്കി. അതല്ലേ ഫുഡ് പർപ്പിൾ വേണോ ഇനി?
ഫുഡ് നമ്മൾ പർപ്പിൾ എന്ത് കൊടുക്കും? മറ്റേ പീ ബ്ലൂബെറി ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ബ്ലൂബെറി ബ്ലൂബെറി പിന്നെ ബട്ടർഫ്ലൈ പീ ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ചോറിൽ അത് ഇട്ടാൽ മതി. അപ്പൊ ആ കളറാണ്. മറ്റേ ശംഖുപുഷ്പത്തിന് അതിന്റെ പേരാണ്. ആണോ? അതിന് ടീ ഒക്കെ ഉണ്ട്. ടീ പക്ഷെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഇഷ്ടമാണ്. ഉണ്ടാക്കോ? പക്ഷെ അത് ഉണ്ടാക്കുമ്പോ ആ കളർ തന്നെയാണോ? ആണോ? നാരങ്ങ പിഴിഞ്ഞാൽ അത് കുറച്ച് ഈ ഒരു കളറാവും. അത് വെച്ചിട്ട് മറ്റേ ഇടിയപ്പത്തിനൊക്കെ ആ വെള്ളം ഒഴിച്ചിട്ട് ആ കളർ വരും ഇടിയപ്പത്തിന്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ചോറും റൈസും ഒക്കെ അങ്ങനെ ഉണ്ടാക്കും. ഇതിൽ കണ്ടോ പർപ്പിൾ ഉണ്ട് ഗൈസ്. നിങ്ങൾ പിങ്ക് ആണെന്ന് കരുതരുത്. അതെ, ഇങ്ങനത്തെ സാധനമൊക്കെ എനിക്കുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല. ആരായാലും മേടിച്ചു. ഇതൊക്കെ എന്തുവാ അതൊക്കെ ഉണ്ടാക്കുന്നത്? Oh my God. അതാ നമ്മൾ വിചാരിച്ചു ഇത്രയും ഉണ്ടോ? വെയിറ്റ് കാണിച്ചു തരും. കാരണം നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. അതെ, നമുക്ക് പൗച്ചിലും ബാഗിലും ഒക്കെ ഇങ്ങനെ സിബിലൊക്കെ ഇടാം, യൂസ് ചെയ്യാം. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്ന? അതാണ് നമ്മൾ കണ്ടില്ല ഇതൊന്നും. നമ്മൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി. ക്രഞ്ചി. പക്ഷേ കുഞ്ഞിന്റെ മുടിക്ക് മറ്റേ ഇതാ നല്ലത്, സാറ്റിൻ്റെ. ഇത് കൊള്ളാം. ഓക്കെ ബൈ. അത് കൊള്ളാം. പർപ്പിൾ ഓർക്ക് പറ കേട്ടില്ല. ഇതിൽ കുറെ ഉണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അതെല്ലാം ടേബിളിൽ അടുക്കി വെക്കും. നമുക്കിങ്ങനെ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കാം. അടുക്കാനൊന്നും ഇവിടെ തികയില്ല. ഇത് ഞാൻ മേടിച്ചായിരുന്നു. എന്ത് സാധനമാണ്? ഇതാ ഞാൻ പറഞ്ഞില്ല നോക്കുന്നു. അത് അവരെല്ലാം കൂടെ മിക്സ് ചെയ്തായിരുന്നു. ഓ, അപ്പൊ നീ മാറ്റിയത് എന്റേതാണ്. ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അതാ ആ പെൺകുട്ടി എടുത്ത് മാറ്റിയതാ. പക്ഷെ അത് എടുത്തില്ല. അതാ പെൺകുട്ടി എടുത്തപ്പോ എല്ലാം കൂടെ മിക്സ് ചെയ്തതാ. അല്ല, എടുത്തതാ. ആ പെൺകൊച്ചെല്ലാം കൂടെ മിക്സ് ചെയ്തതാ അവിടെ ബില്ലിങ്ങിൽ നിന്ന്. അതിനറിയത്തില്ലായിരുന്നു. അടിപൊളി സാധനം. മേടിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. പറ ഗ്രാറ്റിറ്റ്യൂഡ്സ് പറ. താങ്ക്സ് പറ. എന്താ പറയാ, നമ്മൾ ഏറ്റവും നന്ദി പറയുന്ന ആരോടാ? ഉമ്മി. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് പറയ്, കേൾക്കുന്നില്ല. പിന്നെ വാപ്പി, ഉമ്മി, എല്ലാരോടും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ കപ്പ് കേക്കാണോ? കപ്പ് കേക്ക് പഠിച്ച് തിന്നട്ടെ ഞാൻ. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ബട്ടർഫ്ലൈയും ക്യൂട്ട് സാധനങ്ങള്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറമ്മ പിസ്സ കഴിക്കാം.
ഹായ് ഗായ്സ്, ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ. ഇന്ന് സിന്നപ്പൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഓർമ്മയുള്ള ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഗായ്സ്. ബർത്ത്ഡേ പോയി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അത് മാറ്റിക്കോ, ഹാപ്പി ബർത്ത്ഡേ. നീ അപ്പുറത്ത് പോകൂട്ടാ, മാറ്റിക്കോ. അതിങ്ങ് എടുത്ത് ആ സൈഡിലോട്ട് അയക്കോ, അല്ലെങ്കിൽ ഇതൊന്ന് കറക്കിയാലും മതി, ഒരു സൈഡ് കിട്ടും. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സിൻഡപ്പ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you. ആർക്കും തരില്ല. ഓക്കെ, ക്രീം കേക്കിലായി പോയി. ഇവിടെ ഒരുത്തി ഫ്ലവർ പിടിച്ച് നിൽക്കുക. പിന്നെപ്പോ എക്സ്പ്രഷൻ ഇട്. Oh my God, അയ്യോടാ. അതെ, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇഷ്ടായോ? യാ, ഫ്ലേവർ കഴിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഹായ്. സിൻഡപ്പൻ്റെ കുറേ ഉണ്ട്, കല്യാണം തൊട്ടുള്ള എല്ലാ വീഡിയോയും ഉണ്ട് എൻ്റെ കയ്യിൽ. ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം എൻ്റെ കയ്യിൽ റെക്കോർഡാണ്, മെമ്മറീസ്. ഒരു 50 വയസ്സാകുമ്പോൾ ഞാൻ എല്ലാം തരാം. അന്നേരം ഞാൻ യൂട്യൂബിലെല്ലാം പോസ്റ്റ് ചെയ്യും. ആ ഓക്കെ, 50 ഉടനെ എത്തുമല്ലേ, അതുകൊണ്ടാണ് 25 ആക്കി. സിൻഡപ്പ ആ, ഹാപ്പി 25th ബർത്ത്ഡേ. ആ സോറി, 22nd ബർത്ത്ഡേ. ആ ഓക്കെ, അപ്പൊ ഗ്രീഷിന് കൂടി. ഗ്രീഷ് സിൻഡപ്പനും തമ്മിൽ 10 വയസ്സിന്റെ ഡിഫറൻസ്. നമുക്ക് ഇവിടെ അല്ലേ ലിഫ്റ്റ്? ഇവിടെ അല്ലേ? അവിടെയാണോ? ശരിയാ. എല്ലാം അടച്ചു, എല്ലാം അടച്ചു.